ഹലോ, വെൽക്കം ടു ലേണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ഫിസിക്സിന്റെ മൂന്നാമത്തെ സെഷനാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ അറ്റ് 27 degrees Celsius is 10 into 10 raised to minus 7 meter, its mean free path at 87 degrees Celsius is എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഗ്യാസ് മോളിക്യൂള് 27 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് 10 into 10 raised to minus 7 മീറ്റർ ആണ്. അതിന്റെ 27 ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അതിന്റെ 87 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത്, അതായത് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് അതിന്റെ മീൻ ഫ്രീ പാത്ത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ആൻസർ വരുന്നത് 12 into 10 raised to minus 7 മീറ്റർ ആണ്. അത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഈ പറയുന്ന മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷൻ ആദ്യം മനസ്സിലാക്കണം അല്ലെ. മീൻ ഫ്രീ പാത്തിനെ നമ്മൾ എന്താ പൊതുവെ ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. അപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ആവറേജ് ഡിസ്റ്റൻസ് എ മോളിക്യൂൾ ട്രാവൽസ് ബിറ്റ്വീൻ കൊളീഷൻസ് വിത്ത് അതർ മോളിക്യൂൾസ്. അതായത് ഈ പറയുന്ന രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷന് മുമ്പായിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് അത് ആവറേജ് ആയിട്ട് ട്രാവൽ ചെയ്തെന്നാണ്. അതായത് മീൻ ഫ്രീ പാത്ത് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് എ മോളിക്യൂൾ ട്രാവൽസ് ബിറ്റ്വീൻ ദ കൊളീഷൻസ് വിത്ത് അതർ മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളിക്യൂൾ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേറൊരു മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറും ഇൻ ടേംസ് ഓഫ് പ്രഷറും ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു എന്താ വരിക, കെ ബി ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, ഡിവൈഡഡ് ബൈ √2 പൈ ഡി സ്ക്വയർ ഇൻറ്റു പി. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. കെ ബി കോൺസ്റ്റന്റ് ആണ്, √2 പൈ ഡി സ്ക്വയർ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ, കോൺസ്റ്റന്റ് അല്ലാത്ത ടെമ്പറേച്ചറും പ്രഷറും മാത്രം. അപ്പൊ ലാംഡ പ്രൊപ്പോർഷണൽ ടു അല്ലെ, ഈ കോൺസ്റ്റന്റും ഈക്വൽ ടു ചേർത്ത് നമുക്ക് എന്തെഴുതാം, പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം. പ്രൊപ്പോർഷണൽ ടു ടി ബൈ പി ആണ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 4 സെറ്റ് ഓഫ് വാല്യൂസ് ആണ് അവിടെ വരുന്നത് എന്നുള്ളത്. 3 സെറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ 4ാമത്തെ സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ അല്ലെ. അപ്പൊ ഇവ തമ്മിൽ റിലേഷൻഷിപ്പ് എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ ഇതിൽ പിന്നെ പറയുന്നുണ്ട്, നമുക്കിവിടെ പ്രഷറിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ അത് അസ്യൂം ടു ബി കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പിയും നമുക്ക് കോൺസ്റ്റന്റ്, അപ്പോൾ ലാംഡ പ്രൊപ്പോർഷണൽ ടു ടി മാത്രമേ വരുള്ളൂ. അപ്പോൾ ലാംഡ 2 ബൈ ലാംഡ 1 എന്ന് പറയുന്നത് T2 ബൈ T1. അപ്പൊ ഈ പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കാം. ഈ ഒരു കോൺസ്റ്റന്റ് കൂടെ ഈ പിയും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് തരാത്തതുകൊണ്ട്. അപ്പോൾ ലാംഡ 2 ബൈ ലാംഡ 1 ഇസ് ഈക്വൽ ടു T2 ബൈ T1 വരും. അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ കെൽവിനിലേക്ക് മാറണം, കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണല്ലോ. അപ്പൊ തന്നിരിക്കുന്ന 27 ഡിഗ്രി സെൽഷ്യസും 87 ഡിഗ്രി സെൽഷ്യസും ആണ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു +273 നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ 27 ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 വരുമ്പോൾ 300ഉം 87ന്റെ കൂടെ 273 വരുമ്പോൾ 360 കെൽവിൻ. അപ്പൊ നമ്മൾ അതൊക്കെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ മീൻ പാത്ത് മാത്രമാണ് അല്ലെ. അപ്പൊ ലാംഡ 2 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ലാംഡ 1 ഇൻറ്റു T2 ബൈ T1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ ലാംഡ 1നും T2ഉം T1 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ 1 എന്ന് തന്നിട്ട് 10 into 10 raised to minus 7 ആണ്, ഇൻറ്റു 360 ഡിവൈഡ് ബൈ 300 വരും. ഓക്കെ, എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 0 കട്ട് ചെയ്തു, ഈ 0 കട്ട് ചെയ്തു. 360 ബൈ 3 എന്ന് വരുന്ന സമയത്ത് 1 3s are 3, 2 3s are 6. അപ്പൊ 12 into 10 raised to minus 7 മീറ്റർ ആണ് നമ്മൾക്ക് വരിക. ഓക്കെ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്താ പെട്ടെന്ന് ലാംഡ 2 ബൈ ലാംഡ 1 എന്ന് എഴുതിയെന്ന് തോന്നുന്നു. ലാംഡ 1 ബൈ ലാംഡ 2 എന്ന് എഴുതിയാൽ മതിയല്ലോ, കുഴപ്പമില്ല. ലാംഡ 1 ബൈ ലാംഡ 2 എന്ന് എഴുതിയാൽ നിങ്ങൾ എഴുതാം. ലാംഡ 1 ബൈ ലാംഡ 2 ഇസ് ഈക്വൽ ടു T1 ബൈ T2 ആവും. അപ്പൊ ഇതൊന്ന് ലാംഡ 2 കണ്ടുപിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമല്ലോ. ഇതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കഴിഞ്ഞു. ഈ ലാംഡ 1 നേരെ അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇവിടെ ആണെങ്കിൽ ഈ ലാംഡ 2 അങ്ങോട്ട് പോകണം, T2 ബൈ T1 ഇങ്ങോട്ട് വരണം. അപ്പോൾ ലാംഡ 1 ഇൻറ്റു T1 ബൈ T2 ഇസ് ഈക്വൽ ടു ലാംഡ 2 വരും. അത് ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഒറ്റയടിക്ക് ലാംഡ 2 ബൈ ലാംഡ 1 എഴുതിയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെ കിട്ടും, 12 into 10 raised to minus 7 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
If the speed of the transverse wave in a wire under certain tension T is V, then its speed under tension 2T is dash. ഇവിടെ 4 എണ്ണമാണ് അല്ലേ, 4 പാരാമീറ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ടെൻഷൻ T ആവുന്ന സമയത്ത്, അതായത് ഒരു വേവ് ഒരു പെർട്ടിക്കുലർ ടെൻഷനിലാണ്, ഇപ്പോൾ T പറഞ്ഞ ടെൻഷനിൽ ഒരു വേവ് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ ആ ടെൻഷനിലുള്ള ആ വയറിലുള്ള ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് V ആണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ടെൻഷൻ, ഇപ്പോൾ T ഉള്ള ടെൻഷൻ നമ്മളിപ്പോൾ ട്വൈസ് T ആക്കിയെന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ വരുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും മാറ്റം വന്നിട്ടുണ്ടാവുക ചോദിക്കണം. ഓപ്ഷൻസ് വന്നിട്ട് V/√2, 2V, √2V, 3V √2, V/2. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത്. നമുക്കത് എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ ആൻസർ വരുന്നത് √2V ആണ്. അതെങ്ങനെ വരാൻ നോക്കാം. The speed of a transverse wave on a stretched string. ഒരു ഇത് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള സ്ട്രിങ് ആണ്. അപ്പൊ ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ കൂടെയുള്ള ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V is equal to √T/μ ആണ്. T എന്ന് പറയുന്ന ടെൻഷൻ ഓഫ് ദ വയറും μ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയറുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ പുതിയ ടെൻഷൻ എന്ന് പറഞ്ഞപ്പോ എന്തായി, ട്വൈസ് ആയി അല്ലെ. അപ്പൊ ട്വൈസ്, അപ്പൊ T എന്തായിട്ട് മാറി, 2T ആയിട്ട് മാറി. അപ്പൊ എന്താ പറ്റുക, അപ്പൊ V എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പുതിയ V എന്ന് പറയുന്നത് V ന്യൂ ആണെന്നുണ്ടെങ്കിൽ √T എന്ന് പറയുന്നത് 2T ആയിട്ട് മാറി ഡിവൈഡഡ് ബൈ μ അല്ലെ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എഴുതാം, √2 ഇൻറ്റു √T/μ. ഈ √T/μ എന്താണ്, ഓൾറെഡി V ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു V അല്ലേ. അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഒക്കെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കളിയാണ്. ഇക്വേഷൻസ് അതാ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് മാത്രമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ബുക്ക് നിങ്ങൾ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചോളൂ. അത് കുറച്ച് കളർഫുൾ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിലേക്ക് നന്നായിട്ട് അത് പതിഞ്ഞു കിട്ടും. ഓക്കെ, പലതവണ റിവൈസ് ചെയ്യണം, എന്നാലും നമുക്കത് ഓർമ്മ കിട്ടും. കാരണം ഒരുപാട് ഇക്വേഷൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ നമുക്കറിയാം ഇത് ഇന്നതൊക്കെയാണ് വേരിയബിൾസ്, ചിലപ്പോൾ റൂട്ട് വരും, സ്ക്വയർ വരും, അതൊക്കെ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് നിങ്ങളത് എഴുതുമ്പോൾ തന്നെ അത് മനസ്സിൽ പഠിച്ച് എഴുതി പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മ്യൂസീഷ്യൻ ഹിറ്റ്സ് എ ഡ്രം 90 times in a minute. ഒരു മിനിറ്റിൽ ഒരു മ്യൂസീഷ്യൻ 90 തവണയാണ് ഒരു ഡ്രം ഹിറ്റ് ചെയ്യുന്നത്. ടൈം പീരീഡ് ഓഫ് ഹിറ്റ് എന്ന് പറയുന്നത്, ആ ഹിറ്റ് ചെയ്യുന്നതിന്റെ ടൈം പീരീഡ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് 1.34, 1.5, 0.33. അതായത് 1നും ഒരു 1.5നും ഇടയ്ക്കുള്ള റേഞ്ചിലാണ് നമ്മൾക്ക് വരുന്നത്. ഒക്കെ അടുത്തടുത്തുള്ള വാല്യൂസ് അത്രയ്ക്ക് അടുത്തല്ല, എന്നിരുന്നാലും ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരാന്നുള്ളത് നോക്കാം. The musician hits the drum 90 times in 1 minute. ഒരു മിനിറ്റിൽ 90 ടൈംസ് അടിക്കുന്നുണ്ട്. ഇത് നോർമൽ മാക്സ് ആണ് അല്ലെ. ഇപ്പൊ ടൈം പീരീഡ് T എന്ന് പറയുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈം ഫോർ 1 ഹിറ്റ് ആണ് അല്ലെ. അപ്പൊ മൊത്തം 1 ഹിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര സെക്കൻഡാ വരുന്നത്, 60 സെക്കൻഡാ വരുന്നത് അല്ലെ. അപ്പൊ 60 സെക്കൻഡ് ഡിവൈഡ് ബൈ 90 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി, അത്രേ ഉള്ളൂ. 60/9 എന്ന് പറയുന്നത് 2/3 ആണ്, which is equal to approximately 0.67 സെക്കൻഡ് ആണ്. ജസ്റ്റ് നോർമൽ മാത്തമാറ്റിക്സ് ആണ്, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ മ്യൂസീഷ്യൻ ഹിറ്റ് ചെയ്യുന്നതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഒരു മിനിറ്റിൽ അത്ര എണ്ണം ചെയ്യണമെന്നല്ലേ. അപ്പൊ മൊത്തം എത്ര ചെയ്യണോ ഒരു ഹിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന ടൈം പീരീഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് 2/3 ആണ് ആൻസർ വരിക. 0.67 സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ടൈം പീരീഡ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM is 8 seconds. Then the time period of the potential energy of this particle is, അതായത് ഒരു പാർട്ടിക്കിൾ SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് SHM പറയുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്, T is equal to 8 സെക്കൻഡ് ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ടൈം പീരീഡ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ആണ്, അതായത് പൊട്ടൻഷ്യൽ, ഈ പാർട്ടിക്കിളുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടൈം പീരീഡ് ആണ് നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ്. U പ്രൊപ്പോർഷണൽ ടു x² ആണ്, പ്രൊപ്പോർഷണൽ ടു sin² ω t ആണ്. സോ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി വേരീസ് വിത്ത് ആംഗുലർ ഫ്രീക്വൻസി 2ω ആണ്. അതിനർത്ഥം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഹാഫ് ദാറ്റ് ഓഫ് ദ SHM എന്നാണ് അല്ലെ. നമുക്ക് തന്നിട്ടുണ്ട് 8 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് പകുതി ആയിരിക്കും, മനസ്സിലായോ. അപ്പോൾ നമ്മൾക്ക് ആൻസർ എത്ര വരിക, 4 സെക്കൻഡ് ആണ്. അതായത് പെട്ടെന്ന് ഓർക്കാനുള്ള കാര്യം പറയുന്നത് എനർജി ഓസിലേറ്റ്സ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ഡിസ്പ്ലേസ്മെന്റ്. അത് രണ്ടും തമ്മിൽ ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുന്നത്
ട്വൈസ് ആസ്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് അതിന്റെ ഇരട്ടി ആയിരിക്കും എനർജി വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് 4 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റിലേഷൻ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും നമുക്ക് ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അതിന്റെ പകുതിയാണെന്നുള്ളത് മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ദ സെയിം ഡിസ്റ്റൻസ് ആർ വിൽ എക്സ്പീരിയൻസ് എ മാക്സിമം ഫോഴ്സ്. അപ്പോൾ തന്നിരിക്കുന്ന പെയർ ഓഫ് ചാർജസിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിൽ ഏത് പെയർ ഓഫ് ചാർജസിലാണ്, അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ എടുത്താലാണ് നമുക്ക് മാക്സിമം ഫോഴ്സ് അവർ തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണ് കേട്ടോ. 0.3 കൂളമും ഇപ്പോൾ ഓപ്ഷൻ എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.3 കൂളം ചാർജും 0.7 കൂളം ചാർജും ഒരു 6 ഡിസ്റ്റൻസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഫോഴ്സ് എക്സർട്ട്. അപ്പോൾ ഓരോന്നിനും ഫോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ, എന്നാലല്ലേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ യൂസിങ് കൂളംസ് ലോ നമുക്ക് പറയാം, ഈ ചാർജ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അല്ലെ, ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആറും ചാർജുകൾ Q1 Q2 ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്, F = K × Q1 Q2 / R² എന്ന് പറയുന്നത്. ഇതിൽ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ആൻഡ് ഡിസ്റ്റൻസ് R ആൻഡ് K ആർ ദ സെയിം ഫോർ ഓൾ ഓപ്ഷൻസ്. അത് എല്ലാത്തിനും സെയിം ആയിരിക്കും, നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് സെയിം ആണ്, പിന്നെ K ഓൾറെഡി സെയിം ആണ്. ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാ, Q1നെയും Q2നെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഇതും കോൺസ്റ്റന്റാ, ഇതും കോൺസ്റ്റന്റാ. ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2. അപ്പൊ എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിയ ആൻസർ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഫിക്സഡ് സമ്മിൽ ഏത് പ്രൊഡക്റ്റ് ആണോ മാക്സിമം ഉള്ളത്, അപ്പോൾ അതാണ് നമ്മളവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എ എടുക്കുന്ന സമയത്ത് 0.3ഉം 0.7ഉം ആണ് അല്ലെ. അപ്പൊ എത്ര വരിക, 0.3 × 0.7 വരുമ്പോൾ 0.21 വരും അല്ലെ. രണ്ടാമത്തത് 0.1ഉം 0.9ഉം ആണ്, അപ്പൊ എന്താ വരിക, 0.09 വരും അല്ലെ. സി ആവുന്ന സമയത്ത് 0.2ഉം 0.8ഉം ആണ്, 0.16 വരും. നാലാമത്തെ ഓപ്ഷൻ 0.5ഉം 0.5ഉം ആണ്, 0.25 വരും. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ 0.4ഉം 0.6ഉം ആണ്, 0.24 വരും. അപ്പോൾ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു അതിന്റെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുത് ഏതാ, 0.25 ആണ്. 0.25 എന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതിനേക്കാളും ചെറിയ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മനസ്സിലേക്ക് ആ സമയത്ത് ഓടിയെത്തണം. പിന്നെ അത് കാണുമ്പോൾ നമുക്കത് രണ്ട് ചാർജ് സെപ്പറേറ്റ് ചെയ്തിരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കൂളംസിലോ നമ്മുടെ തലയിലേക്ക് വന്നോളൂ അല്ലെ. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. ഒരു ചാർജ് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ് സെപ്പറേറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഡിയോ ആറോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഓർമ്മ കിട്ടും, പക്ഷെ ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോകാനുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, a charge of 5 coulomb is moved from a point P to another point Q by doing a work of 10 joule. If the potential at P is 0.5 volt, then the potential at Q എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ചാർജ് ഉണ്ട്, അത് 5 കൂളം ചാർജ് ആണ്. ഈ ചാർജ് എന്ന് പറയുന്നത് പോയിന്റ് പിയിൽ നിന്നും, ഈ ചാർജ് പോയിന്റ് പിയിൽ നിന്നും മറ്റൊരു പോയിന്റ് ക്യൂയിലേക്കാണ് ഈ ചാർജ് നമ്മൾ നീക്കുന്നത്. അപ്പോൾ നീക്കുന്നതിന് വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കാണ് എത്ര, 10 ജൂൾ വർക്ക്. 10 ജൂൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് നീക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത്, പിന്റെ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ക്യൂവിലെ പൊട്ടൻഷ്യൽ എത്രയാണ്, ക്യൂവിലുള്ള പൊട്ടൻഷ്യൽ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട്, ചാർജ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അപ്പുറത്തുള്ള ക്യൂവിലുള്ള പൊട്ടൻഷ്യൽ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതപ്പോ എങ്ങനെയാന്ന് നോക്കാം. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജിനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് Q × VQ - VP ആണ് വരിക. എന്താണ്, Q × VQ - VP. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് വർക്ക് എന്ന് പറയുന്നത് 10 ജൂളും Q എന്ന് പറയുന്നത് 5 കൂളമും ആണ്. VP എന്ന് പറയുന്നത് നമുക്ക് 0.5 തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറൊന്നും ചെയ്യാനില്ല അല്ലെ. 10 = Q എന്ന് പറയുന്നത് 5 ആണ്. VQ നമുക്കറിയാം കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്, -0.5 ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് ആദ്യം ഇങ്ങോട്ട് പോകും. അപ്പൊ 10/5 =
VQ minus 0.5 ആണ്, ഇത് 2 ആണ് അല്ലെ. അപ്പൊ VQ കിട്ടണം എന്നുണ്ടെങ്കിൽ -0.5 ഇങ്ങോട്ട് വരുമ്പോൾ 2 + 0.5 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2.5 വോൾട്ട് വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ. അതിൽ ചാർജും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാർജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമ്മുടെ ആൻസർ 2.5 വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the equivalent capacitance of n capacitors of equal capacitance when connected in series and parallel are respectively 0.4 microfarad and 10 microfarad. The capacitance of each capacitor is, അതായത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ഒരു n കപ്പാസിറ്റേഴ്സ് ഉണ്ട്, എല്ലാത്തിനും ഈക്വൽ വാല്യൂ ആണ്, ഈക്വൽ കപ്പാസിറ്റൻസ് ആണ് എല്ലാത്തിനും ഉള്ളത്. അപ്പൊ ഇവര് വെൻ നമ്മൾ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ നമ്മൾ ചെയ്യാന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ n കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, n കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് 0.4 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്. അതിന് പാരലായിട്ട് കണക്ട് ചെയ്ത സമയത്ത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ് 10 മൈക്രോഫാരഡ്. അങ്ങനെയെങ്കിൽ ഓരോന്നിന്റെയും, അത് നമ്മളിപ്പോൾ n കപ്പാസിറ്റർ എന്നുള്ളത് പറഞ്ഞില്ലേ, അപ്പോൾ ഓരോന്നിന്റെയും കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ n കപ്പാസിറ്റർ ഉണ്ട്, അതിപ്പോൾ C1, C2, C3, C4 ഒക്കെ ഈക്വൽ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം C, അപ്പൊ നമുക്ക് C ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇതെല്ലാം ഈക്വൽ ടു C1 ഈസ് ഈക്വൽ ടു C2 ഈസ് ഈക്വൽ ടു C3 ഈക്വൽ ടു C4 ഈക്വൽ ടു, കാരണം എല്ലാ കപ്പാസിറ്റൻസിനും എന്ത് വാല്യൂ, ഒരേ വാല്യൂ തന്നിട്ടുണ്ട്, ഈക്വൽ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ C-ന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനായിട്ടുള്ളത്. But let the capacitance of each capacitor C and number of capacitor എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോ കപ്പാസിറ്ററിന്റെയും കപ്പാസിറ്റൻസ് C ആണെന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഈക്വൽ ആണെങ്കിൽ കാണാതെ പഠിക്കുക. സീരീസ് കപ്പാസിറ്ററിൽ സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ C/n ഉം പാരലൽ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ n × C ആയിരിക്കും കേട്ടോ. അതേപോലെ ഇത് റെസിസ്റ്ററിന്റെയും ഇൻഡക്ടറിന്റെയും കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ NR ഉം അല്ല ഓരോ റെസിസ്റ്ററും ഈക്വൽ ആയിരിക്കണം കേട്ടോ, ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. അതേ സമയത്ത് പാരലൽ ആണെന്നുണ്ടെങ്കിൽ R/n ആയിരിക്കും, കാണാതെ പഠിക്കാനുള്ളതാ. ഇത് റെസിസ്റ്ററിന്റെ കേസിൽ, ഇത് റെസിസ്റ്ററിന്റെ കേസിൽ. ഇനി ഇൻഡക്ടർ സീരീസ് ആണെന്നുണ്ടെങ്കിൽ സെയിം സാധനം തന്നെയാണ്. അത് നമുക്ക് വരില്ല, പക്ഷെ മെയിൻ ആയിട്ട് ഇതാണ് നമുക്കൊരു ഇക്വേഷൻ. കാരണം റെസിസ്റ്ററും ഇൻഡക്ടർ ഒരുപോലെ തന്നെയാണല്ലോ, സീരീസ് കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ കൊടുക്കുന്നു. അപ്പൊ നമ്മൾക്ക് കപ്പാസിറ്റൻസിന്റെ കേസ് എടുക്കുമ്പോൾ റെസിസ്റ്ററിന്റെ നേരെ ഓപ്പോസിറ്റ്, അതുകൊണ്ടാണ് CS = C/n. അപ്പൊ ഇതില് C/n ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.4 മൈക്രോഫാരഡും അല്ലെ. സീരീസ് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ 0.4 ഉം പാരലൽ കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് 10 മൈക്രോഫാരഡും ആണ്. അതായത് CS = C/n ഉം CP = n × C. നമ്മൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, CS × CP ചെയ്യുന്ന സമയത്ത് C/n × NC. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ C² കിട്ടും അല്ലെ. C² പറയുന്ന സമയത്ത് അതായത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക പറയുമ്പോൾ ഇങ്ങനെ വരാം. അതായത് C/n × C എന്ന് പറയുന്നത് 0.4 × 10 ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. അപ്പൊ ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇത് C² ആണ് എന്ത് വരിക, ഇത് 0.4 × 10 ചെയ്യുന്ന സമയത്ത് 4 ആണ് വരിക. അപ്പൊ C എന്ന് പറയുന്നത് √4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 മൈക്രോഫാരഡ് ആണ് നമ്മുടെ കപ്പാസിറ്റൻസ് വാല്യൂ വരിക. ഓക്കെ, അതാണ് 2 മൈക്രോഫാരഡ്. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇതിനൊരു ഷോർട്ട് കട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സീരീസ് × പാരലൽ ചെയ്യുന്ന സമയത്ത് ഐഡന്റിക്കൽ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ സീരീസ് × പാരലൽ ചെയ്യുന്ന സമയത്ത് അത് C² ആണെന്ന് കാണാതെ പഠിച്ചാൽ വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ഇത്രയൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കണം. നമുക്കറിയാം രണ്ടും കൂടെ ഒരു സീരീസും പാരലലും ആയിട്ടുള്ള കുറെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതിന്റെ വാല്യൂ തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് അതിന്റെ C² എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് മാത്രം ഓർത്തു കഴിഞ്ഞാൽ അന്ന് C സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഐഡന്റിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ മാത്രം കാണാതെ പഠിക്കുക. ഈ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് അതും കൂടെ അതിൽ കൂടെ ചേർത്തത് കേട്ടോ. കപ്പാസിറ്റേഴ്സ് സീരീസ് എല്ലാം ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം,
ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ C/N ആയിരിക്കണം. സീരീസിൽ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ്. പാരലൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് N/C ആയിരിക്കണം. ഇതിങ്ങനെ അതല്ല ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്, C1 C2 ആണ് നമ്മുടെ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും C1 + C2ഉം സീരീസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക 1/C = 1/C1 + 1/C2 ആണ്. ഇതാണ് ഇത് വരിക C എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മാറും, സെയിം ആണെന്നുണ്ടെങ്കിലാണ് ഈ ഇക്വേഷൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് R ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഈസ്. താഴെ തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ വാല്യൂ ഒക്കെ നമ്മളൊരു 4R 8R 4R 2R ഈ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ R എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നോക്കാം, എന്താണ് നമ്മുടെ ഫിഗർ വരുന്നത്, നോട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് പാരലൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ മുകളിൽ 2Rഉം 4Rഉം താഴെ 4Rഉം 8Rഉം ആണ്. ഇതിന് നമ്മളൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, 4 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കറണ്ട് 0.25 ആംപിയർ ആണ് കറണ്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുകളിൽ റെസിസ്റ്റൻസ് നമ്മൾ അതിന്റെ ഇക്വാലന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് യൂസ് ദ ഗിവൺ സർക്യൂട്ട്. നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആണ് നമ്മൾ ഇക്വാലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓംസ് ലോ അനുസരിച്ചിട്ട് V/I = R എന്ന ഇക്വേഷൻ നമുക്ക് അറിയാം. ഇവിടെ നമുക്കിപ്പോ സർക്യൂട്ടില് വോൾട്ടേജ് എന്ന് പറയുന്നത് 4 വോൾട്ട് വന്നിട്ടുണ്ട്, അതുപോലെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നമുക്ക് R ഇക്വാലന്റ് എന്ന് കിട്ടും 4/0.25 ചെയ്ത് കഴിഞ്ഞാൽ 16 ഓം കിട്ടും. ഇനി ഡയഗ്രത്തിൽ നിന്ന് എടുക്കുക. ടോപ്പ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. അപ്പൊ മൊത്തം അവിടെ 6R ഉണ്ട്. ബോട്ടം ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്തൊക്കെയുള്ളത് 8Rഉം 4Rഉം ആണ് അല്ലെ. ഇങ്ങനെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. മുകളില് 2Rഉം 4Rഉം താഴത്തതില് 4Rഉം 8Rഉം ആണുള്ളത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 2 6 കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 + 4 12R കിട്ടി. ഈ രണ്ട് ബ്രാഞ്ചസ്, ഇത് മുകളിലത്തെ രണ്ടെണ്ണം സീരീസ് ആണ്, താഴത്തെ രണ്ടെണ്ണം സീരീസ് ആണ്. ഈ രണ്ട് സീരീസും കൂടെ പാരലാണ് അല്ലെ. അപ്പൊ 6Rഉം 12Rഉം എന്താണ് പാരലാണ്. നമുക്ക് പാരലാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു, റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഇക്വേഷൻ എന്തായിരുന്നു, 1/R = 1/R1 + 1/R2 ആണ് വരിക. നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് എഴുതും, ടോട്ടൽ റെസിസ്റ്റൻസ് R ഇക്വാലന്റ് എന്ന് പറയുന്നത് R2 R1 / R1 + R2 എന്നാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ ഇത് നമുക്ക് R1 ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് R2 ആയിട്ട് എടുക്കാം അല്ലെ. ഈ മൊത്തം റെസിസ്റ്റൻസ് R1, മൊത്തം റെസിസ്റ്റൻസ് R2ഉം ഇത് മൊത്തം R1 ആയിട്ട് എടുക്കാം. അപ്പൊ 6R ഈ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6R × 12R / 6R + 12R അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് 72 എന്ന് എഴുതിയും കുഴപ്പമില്ല. 6 × 12 × R² / 6 + 12 എന്ന് പറയുമ്പോൾ 18R വരും. അപ്പൊ ഇതിൽ 6 ക്യാൻസൽ ചെയ്ത് പോകും. 8ഉം 6ഉം നോക്കുമ്പോൾ 3 6R 18 അല്ലെ. ഇനി 3 4s are 12 which is equal to 4R. കണ്ടോ, മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ആവശ്യമില്ല. കാരണം നമുക്ക് എളുപ്പപ്പണി താഴെ നമ്മൾ പറഞ്ഞല്ലേ എപ്പോഴും നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യുന്ന പോലെ തന്നെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ 4R കിട്ടി. ഇനി നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ 16 അല്ലെ. നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ഇത്രയായിരിക്കും എന്നുള്ളത് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4Rനെ എന്ത് ചെയ്യണം, ആ പറയുന്ന R ഇക്വാലന്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ 4Rനെ R ഇക്വാലന്റ് ഇക്വേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ 4R = 16 which implies R എന്ന് പറയുന്നത് 16/4 ആണ്, which is equal to 4 ohm ആണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. അപ്പൊ വാല്യൂ ഓഫ് R എന്ന് പറയുന്നത് എത്രയാണ്, അത് 4 ohm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the resistance of a wire at 30 degrees Celsius and 40 degrees Celsius are respectively 5 ohm and 6 ohm. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിലും 40 ഡിഗ്രി സെൽഷ്യസിലുള്ള വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓമും 6 ഓം ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ ആണ് ചോദിക്കുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നോക്കാം. The resistance at temperature T എന്ന് പറയുന്ന ആ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ മനസ്സിലാവേണ്ടത് കേട്ടോ. അപ്പോ the resistance at temperature T എന്ന് പറയുന്നത് RT = RT0 × 1 + alpha × T - T0 ആണ്. ഇതിൽ RT എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ T ആണ്. RT0 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ T0 ആണ്. ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്.
നമുക്ക് തന്നിട്ടുണ്ട് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് 5 ഓമും 40 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് 6 ഓം ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R40 is equal to R30 into 1 plus alpha into 40 minus 30. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആൽഫയാണ് അല്ലെ. അപ്പൊ R40 എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 6 ആണ്, 6 ആണ്, which is equal to 5 into 1 plus alpha into 40 minus 30 ചെയ്യുമ്പോൾ 10 alpha എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ 5നെ താഴത്തേക്ക് കൊണ്ടുവന്നപ്പോൾ 6/5 is equal to 1 plus 10 alpha എന്ന് കിട്ടി. ഇപ്പോൾ 6/5 minus 1 ചെയ്യും അല്ലെ, 6/5 minus 1 ചെയ്യുമ്പോൾ 10 alpha കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 6 minus 5/5 ആണ്, which is equal to 1/5 ആണ് 10 alpha, which implies നമുക്ക് ആൽഫ എന്ന് പറയുന്നത് 1/50 ആണ്. 1/50 പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. 1/50 പറയുമ്പോൾ എത്ര വരിക? 0.02 വരെ അല്ലെ. അതായത് ഇത് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 ചെയ്യുക. അപ്പൊ 100/50 ഇൻറ്റു 1/100 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 100/50 2 ആണ്, 2/100 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.02 വരും. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ഇതൊരു മെത്തേഡ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്ത പോലെ 6/5 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2 കിട്ടും. അപ്പൊ കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഈ 1 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 1.2, അതായത് ഇങ്ങനെ കിട്ടും. 6/5ന് 1.2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 plus 10 alpha അല്ലെ. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ 1.2 minus 1 ആണ് 10 alpha. 1.2 minus 1 എന്ന് പറയുന്നത് 0.2 is equal to 10 alpha ആണ്. അപ്പൊ 0.2 ഡിവൈഡ് ബൈ 10 is equal to alpha കിട്ടും. അത് 0.02 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. രണ്ട് തരത്തിൽ ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഫൈനൽ ആൻസർ എന്തായാലും സെയിം ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ഏത് എളുപ്പം വെച്ചാൽ ആ എളുപ്പമുള്ള മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. കുറച്ചുകൂടെ എളുപ്പം മെത്തേഡ് ആണ്, പക്ഷെ ഇത് 6/5 ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ടൈം എടുക്കേണ്ടി വരും. അത്ര രണ്ടും കണക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് ഈ മെത്തേഡ് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ഇതാണെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A wire of 25 ohm resistance is cut into n pieces of equal length. അതായത് ഒരു 25 ohm റെസിസ്റ്റൻസ്, അതായത് R എന്ന് പറയുന്നത് 25 ohm ആണ്. ആ റെസിസ്റ്റൻസിലുള്ള ഒരു വയറ് n പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുക. 1 to n പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുക. എല്ലാത്തിനും സെയിം ലെങ്ത്. അപ്പൊ എല്ലാത്തിനും ലെങ്ത് L എന്നാണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഇഫ് ദീസ് പീസസ്, ഇപ്പൊ നമ്മൾ ഈ കട്ട് ഈ മൊത്തം ഒന്നിനെ കട്ട് ചെയ്തിട്ട് കുറെ എണ്ണം ഉണ്ടാക്കിയില്ലേ, ആ എല്ലാം കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ എന്ത് ചെയ്യണം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് R പാരലൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്? 1 ohm ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഓഫ് n എന്താണെന്നാണ് ചോദിക്കുന്നത്. വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് n ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. വാല്യൂ ഓഫ് n ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ n എത്രയെന്നാണ് നമ്മളത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി. ഒരു വയർ ഉണ്ട്, ആ വയറിന്റെ മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 ohm ആണ്. അതിനെ ഒരേ ലെങ്ത് ഉള്ള n പീസുകളാക്കി നമ്മൾ മുറിച്ചു. ആ പീസുകളാക്കി മുറിച്ച പീസുകളൊക്കെ കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഇക്വാലന്റ് റെസിസ്റ്റൻസ് 1 ohm കിട്ടി. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് n ആ ചോദിക്കണേ. അപ്പൊ ഒറിജിനൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വയറിന്റെ ആ ഒറിജിനൽ റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 25 ohm ആണ് അല്ലെ. നമ്മൾ അതിനെ n ഈക്വൽ പീസുകളാക്കി മാറ്റി എന്ന് പറയുമ്പോൾ ലെങ്ത് ഒക്കെ സെയിം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെ റെസിസ്റ്റൻസ് n ഈക്വൽ പീസാക്കി അതിന് പാരലാക്കിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ n പീസുകളാക്കി പറയുമ്പോൾ മൊത്തം റെസിസ്റ്റൻസ് 25 ആണ്. അതിനെ എത്ര പീസുകളാക്കി ഡിവൈഡ് ബൈ n ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പീസിന്റെ റെസിസ്റ്റൻസ് നമ്മൾക്ക് കിട്ടി അല്ലെ. ഒരു പീസിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. വെൻ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്, അങ്ങനെയാണെങ്കിൽ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R പീസ് ഡിവൈഡഡ് ബൈ n ആണ് വരിക അല്ലെ. അതെന്തുകൊണ്ടാ? പാരലാണ്. റെസിസ്റ്റൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ, എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ R ഇക്വാലന്റ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ n ആണെന്ന് നമ്മൾ കുറച്ച് അപ്പോഴത്തെ പ്രോബ്ലത്തിൽ പഠിച്ചതേ ഉള്ളൂ. ആ കാര്യം ഇവിടെ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ R പീസ് ഡിവൈഡ് ബൈ n ആണ്. R പീസ് നമുക്ക് കണ്ടുപിടിച്ചു 25/n ആണ്. അങ്ങനെയാണ് എന്ത് വന്ന 25/n ഉം മുമ്പുണ്ടായിരുന്ന n ഉം കൂടെ ചേർന്നപ്പോഴാണ് 25/n² വന്നു. ഇതാണ് എന്ത്? R ഇക്വാലന്റ് അല്ലെ. ഈ R ഇക്വാലന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എല്ലാം കൂടെ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 ohm ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 25/n² എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 25 എന്ന് പറയുന്നത് 1 into n² അല്ലെ. n² ആണ്. അപ്പൊ n എന്ന് പറയുന്നത് √25 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പൊ നമ്പർ ഓഫ് പീസസ് നമുക്ക് എത്രയെന്ന് കിട്ടി?
n ഈക്വൽ പീസസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായി, അത് 5 ഈക്വൽ പീസസ് ആക്കിയിട്ടാണ് അത് ഭാഗിച്ചത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ പാരലായിട്ട് കിട്ടിയെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ഇല്ല. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോബ്ലം അല്ലേ, ആദ്യം നമ്മളൊന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് വരയ്ക്കാം. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം പിന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി അതുപോലെ പ്രൊസീഡ് ചെയ്യാം. എളുപ്പമാണ്, ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു കൺഫ്യൂഷൻ, ഈ ഈക്വൽ ടു 1 ഓം കൊടുക്കേണ്ടതൊക്കെ ഒന്ന് വിട്ടുപോകാനാണ് ചാൻസ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ അങ്ങനെ ആ എഴുത്തിൽ കൂടെ തന്നെ അങ്ങോട്ട് വന്നോളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.